ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗസയിലെ ജനങ്ങൾ മുഴുവനും സമാധാനത്തിലേക്ക് പോയിരിക്കുന്നു. ഗസയിൽ സമാധാനം പുലർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി പലരും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഗസയിലെ ജനത സമാധാനത്തിലേക്ക് പോയോ? അവിടെ ഇനിയും തുടർന്നുള്ള കാലത്തിൽ സമാധാനത്തോടുകൂടി ആ ഗസയിലെ ജനത അവർക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇസ്രായേലിന്റെ മുൻകാല ചരിത്രങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഗസയിൽ പതിറ്റാണ്ടുകളായി നിരന്തരമായിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം ഭീരുജനകമായ ആ ഒരു യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും ഒരു ദിവസം യുദ്ധാന്തരീക്ഷമില്ലാത്ത ആ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ജനതയെ സംബന്ധിച്ച് അവർക്ക് വല്ലാതെ സന്തോഷമുണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. നിരന്തരമായി കൊണ്ടുള്ള വെടിയുച്ചകളുടെയും ബോംബുകളുടെയും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾക്കിടയിൽ സമാധാനമായി ഒന്നുറങ്ങാൻ സാധിച്ചാൽ ഒരുപക്ഷെ ആ ജനതയ്ക്ക് അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗസയിലെ ഓരോ ജനതയും സന്തോഷത്തിലാണ്. അവർ അവരുടെ ആഹ്ലാദങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു. തെരുവുകളിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. തങ്ങളുടെ സന്തോഷം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ എല്ലാ സമയങ്ങളിലും ചേർത്ത് പിടിക്കുന്ന ആ പടച്ച റബ്ബിനെ സ്തുതിക്കാനും അവർ മറന്നുപോയിട്ടില്ല. തെരുവുകളിൽ സുജൂദ് ചെയ്തും അള്ളാഹുവിന് ശുക്ർ ചൊല്ലിയും അവർ പടച്ച റബ്ബിനോടുള്ള ആ നന്ദി, ആ സ്നേഹം അവർ പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് അത്തരം കാഴ്ചകളൊക്കെ നമുക്ക് വല്ലാതെ സന്തോഷം തരുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ്. പക്ഷെ ആ സന്തോഷം ആ ജനതയിൽ എന്നും നിലനിൽക്കണമെന്നുള്ളതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പടച്ചവൻ അവർക്ക് ആ സമാധാനം, ഈ കാണുന്ന സന്തോഷം അത് എന്നും നിലനിർത്തി കൊടുക്കട്ടെ. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിലാണ് ധാരണയായിട്ടുള്ളത്. ഖത്തർ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകളൊക്കെ നടന്നത്. അതിന്റെ ഭാഗമായിട്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാണ് ബന്ദികളുടെ മോചനമെന്ന് പറയുന്നത്. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലിലെ 20ഓളം വരുന്ന ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അപ്പുറത്ത് ഇസ്രായേലിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാർ, അത് 2000ഓളം വരുന്ന ഫലസ്തീൻ തടവുകാരെ അവർ ഇതിന്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്യും. അതിൽ മോചിപ്പിക്കുന്നവരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ വരെയുണ്ട്. അത്തരത്തിൽ 20 പകരം 2000ഓളം വരുന്ന, ഏകദേശം ഇരട്ടിയിലധികം വരുന്ന ആളുകളെയാണ് അവിടെ നിന്നും ഇസ്രായേൽ മോചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു കരാറിന് ശേഷം മാനുഷിക സഹായങ്ങൾ പഴയതുപോലെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗസയിലേക്ക് പലതരം മാനുഷിക സഹായങ്ങൾ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേർ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം ഇസ്രായേൽ പട്ടാളം തടയിടുന്ന കാഴ്ചകളും വാർത്തകളുമാണ് നാം എല്ലാവരും കണ്ടത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് ഗസയിലേക്ക് ഇനി പഴയതുപോലെ മാനുഷിക സഹായങ്ങൾ എത്തിക്കാം. നോക്കി, ഈ കരാറിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വെടിനിർത്തൽ കരാർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്നും പിന്മാറുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇസ്രായേൽ സൈന്യം ഗാസയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലൈനിലേക്ക് മാത്രമേ അവർ പിൻവാങ്ങുന്നുള്ളൂ. നോക്കിതെല്ലാം ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വാസത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകം മനസ്സിലാക്കിയതാണ്. ഇതെല്ലാം തങ്ങളുടെ ബന്ദികളെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ, തിരിച്ചു കിട്ടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് പറയേണ്ടി വരും. നോക്കിത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും ഒരുപാട് തവണ ഇത്തരത്തിൽ ഗസയിൽ പല ചർച്ചകളിലൂടെ, പല രാഷ്ട്രങ്ങളുടെയും ചർച്ചകളുടെ അന്തിമഘട്ടത്തിൽ അവസാനം വെടിനിർത്തൽ കരാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം പിന്നീട് ഇസ്രായേൽ ഭരണകൂടം അതിനെ ലംഘിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വെടിനിർത്തൽ കരാറും ഒരുപക്ഷെ പിന്നീട് ലംഘിക്കപ്പെട്ടേക്കാം. വീണ്ടും ആ ജനത ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കും അവരുടെ കൊടും ക്രൂരതകൾക്കും ഇരയാകേണ്ടി വന്നേക്കാം. നമുക്കറിയാം, 2023 ഒക്ടോബർ 7 അന്നാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം അഴിച്ചുവിടുന്നത്. എന്നാൽ ആ ഒരു ആക്രമണമാണ്, ഹമാസ് നടത്തിയ ഒക്ടോബർ 7 നടത്തിയ ആ ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമെന്നാണ് ചില ഇസ്ലാമിക വിരുദ്ധരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, 2023 ഒക്ടോബർ 7 മാത്രമല്ല, അതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഫലസ്തീൻ ജനത ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനു മുമ്പും ഗസയിലെ നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും
ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഹമാസിന്റെ ഒരു ആക്രമണം, അതാണ് ഇതിനെല്ലാം തുടക്കമെന്നാണ് ഇത്തരം ആളുകൾ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ആ ഒരു ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ചൊരു പ്രസ്താവനയുണ്ട്. ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ഈ ഭൂമി ലോകത്തു നിന്നും പൂർണ്ണമായി ഇല്ലാതെയാക്കും, നശിപ്പിക്കുമെന്നായിരുന്നു ആ ഒരു പ്രസ്താവന. എന്നാൽ ഇന്ന് ഒക്ടോബർ 10, 2025 അതായത് 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഹമാസിലെ ചില നേതാക്കളെ ഇസ്രായേലിന് കൊലപ്പെടുത്താൻ സാധിച്ചുവെന്നല്ലാതെ ഹമാസിനെ പൂർണ്ണമായും ഈ ഭൂമി ലോകത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഹമാസിന്റെ തടങ്കലിൽ കഴിയുന്ന ഇസ്രായേലിലെ ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേൽ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഈ രണ്ടു കാര്യങ്ങളും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയൊരു ബ്ലാക്ക് മാർക്കായി കിടപ്പുണ്ട്. ആ ബ്ലാക്ക് മാർക്ക് മാറിക്കിട്ടാൻ വേണ്ടി നെതന്യാഹു കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഒരു പരിധിക്കപ്പുറം ഗസയിലേക്ക് നെതന്യാഹുവിന് ആക്രമണം നടത്താൻ സാധിക്കില്ല. കാരണം ആ ആക്രമണത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിലെ ബന്ദികളും കൊല്ലപ്പെട്ടേക്കാം. പിന്നെയുള്ള ആകെ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഇത്തരം സമാധാന ചർച്ചകളിലൂടെ ബന്ദികളെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിൽ എല്ലാ ബന്ദികളെയും തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടെത്തിക്കുകയും അതിനുശേഷം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനും ഒരുപക്ഷെ ഗസയെ മാത്രമല്ല ഫലസ്തീനെ മുഴുവനും തകർക്കാനുള്ള പദ്ധതിയിലേക്ക് ഒരുപക്ഷെ നെതന്യാഹു കടന്നേക്കാം. കാരണം തന്റെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ 2 ബ്ലാക്ക് മാർക്കുകൾ മാറിക്കിട്ടാൻ നെതന്യാഹു ഏതറ്റം വരെയും പോയേക്കാം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതിനു മുമ്പും 2 തവണ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടുണ്ട്. 2023 നവംബറിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ആ സമയത്ത് ഇതുപോലെ ബന്ദികളെയും തടവുകാരെയും ഒക്കെ കൈമാറ്റം ചെയ്യുകയും മാനുഷിക സഹായം അനുവദിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ ഒരു വെടിനിർത്തൽ കരാർ വെറും ഒരു 7 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങി. പിന്നീട് 2025 ജനുവരിയിൽ 2ാം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. പിന്നീട് മാർച്ചിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം പുനരാരംഭിച്ചതോടുകൂടി അതും തകരുകയാണ്. അതിനുശേഷമാണ് വീണ്ടും മറ്റൊരു വെടിനിർത്തൽ കരാർ. എന്നാൽ ഈ ഒരു വെടിനിർത്തൽ കരാറിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ പല സാഹചര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് താനാണ് യുദ്ധമെല്ലാം അവസാനിപ്പിച്ചത്, തന്റെ ഇടപെടലിലാണ് ഇവിടെയൊക്കെ ഈ ലോകം മുഴുവനും സമാധാനം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് ശേഷം ആ ഒരു യുദ്ധം താനാണ് നിർത്തലാക്കിയത്, തന്റെ ചർച്ചകളിലൂടെയാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള വാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായ ബ്ലാക്ക് മാർക്കാണ്, അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തനിക്ക് നോബൽ സമ്മാനം ലഭിക്കണം. സമാധാനത്തിനുള്ള പുരസ്കാരമായ നോബൽ സമ്മാനം അത് ഉന്നം വെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴായി ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനു മുമ്പും തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹനാണ്, എനിക്ക് തന്നേ മതിയാകൂ എന്നുള്ള തരത്തിലൊക്കെ പല പ്രസ്താവനകളും ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടേയിരുന്നു. നോക്കിതെല്ലാം അവരവരുടെ നേട്ടങ്ങൾക്കും അവരവരുടെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ ലോകത്ത് സമാധാനം പുലരണമെന്നോ ഗാസയിലെ ജനങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവർക്കുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം. ഏതായാലും ഇനി അത് കാത്തിരുന്ന് കാണണം. ഗസയിലെ ജനങ്ങളുടെ, അവിടെയുള്ള പിഞ്ചു കുട്ടികളുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കും വല്ലാതെ സന്തോഷമാണ്. അവർ സമാധാനത്തോടുകൂടി ഉറങ്ങുമ്പോൾ നമുക്കും വല്ലാത്തൊരു സമാധാനമാണ്. ആ സന്തോഷവും ആ സമാധാനവും എന്നും ആ ജനതയ്ക്കുണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.